സുഗതനെ എറിഞ്ഞു വീഴ്ത്തി ബിജെപിയുടെ കോർപ്പറേഷൻ ഭരണം അവസാനിപ്പിക്കാമെന്ന അട്ടിമറി ശ്രമം തകർന്നു. നെഞ്ചുവിരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഗതൻ. അട്ടിമറിയിലൂടെ തിരുവനന്തപുരത്തെ കാവ്യഭരണം അവസാനിപ്പിക്കാമെന്നു കരുതിയ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും നാടകങ്ങൾക്കാണ് സുഗതന്റെ തിരിച്ചുവരവിലൂടെ വമ്പൻ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. സംഘർഷങ്ങൾ നടത്തിയും മറ്റ് നെറുകെട്ട മാർഗങ്ങളിലൂടെയും ബിജെപിയെ താഴെയിറക്കാനുള്ള വ്യാമോഹങ്ങൾക്ക് തടയിട്ടുകൊണ്ട് അതിഗംഭീരമായ തിരിച്ചുവരവാണ് സുഗതൻ നടത്തിയിരിക്കുന്നത്. തലസ്ഥാനത്തെ കാവ്യഭരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും തലസ്ഥാനം കാവ്യ നിറത്തിൽ തന്നെ തിളങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൗൺസിലറായ ആർ സുഗതന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചപ്പോൾ കനത്ത പ്രഹരമേറ്റിരിക്കുന്നത് ഇടതിനും കോൺഗ്രസിനുമാണ്. കൊലപാതക ശ്രമക്കേസിലും പോലീസിനെ ആക്രമിച്ച കേസിലുമാണ് ജാമ്യം ലഭിച്ചത്. നെടുമങ്ങാട് 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് സുഗതന് ജാമ്യം അനുവദിച്ചത്. ബിജെപി കൗൺസിലർമാർ ദൈവങ്ങളുടെ പേരിൽ നടത്തിയ സത്യപ്രതിജ്ഞ കേരള ഹൈക്കോടതി റദ്ദാക്കിയതിനാൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. എന്നാൽ കാപ്പ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചാൽ മാത്രമേ സുഗതന് പുറത്തിറങ്ങാൻ കഴിയൂ. മാർച്ചിൽ വട്ടിയൂർക്കാവ് വെള്ളക്കടവ് ജംഗ്ഷനിൽ വെച്ചും അരുവിപ്പുറം കുളുമലയിലെ പ്രശാന്തിനെ ആക്രമിച്ച കേസിലും കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ ആക്രമിച്ച കേസിലും സുഗതന് ഇടക്കാല ജാമ്യം ലഭിച്ചു. ഈ 2 കേസുകളിലും കോടതി നേരത്തെ ജാമ്യം നിഷേധിച്ചിരുന്നു. എന്നാൽ അനുവദിച്ച സമയപരിധിക്ക് മുൻപ് കോർപ്പറേഷനിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടി സുഗതൻ വീണ്ടും ജാമ്യാപേക്ഷ നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 13 വൈകുന്നേരം 5 മണി മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. ജയിലിൽ നിന്നും വസതിയിലേക്കുള്ള യാത്രാ സമയം പരിഗണിച്ച ശേഷമാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൗൺസിലറായ ആർ സുഗതന്റെ കേരള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപ്രകാരം 6 മാസത്തെ പ്രതിരോധ തടങ്കൽ കാപ്പ ഉപദേശക സമിതി ശരിവെച്ചതിനെ തുടർന്ന് മറ്റൊരു വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. തടങ്കൽ ഉത്തരവ് പിൻവലിക്കാനുള്ള അദ്ദേഹത്തിന്റെ അപേക്ഷ ബോർഡ് നിരസിച്ചിരുന്നു. 6 മാസം മുഴുവൻ അദ്ദേഹം കസ്റ്റഡിയിൽ തുടരുമെന്നാണ് സ്ഥിരീകരിച്ചിരുന്നത്. വട്ടിയൂർക്കാവ് പോലീസിന്റെ റൌഡി ഹിസ്റ്ററി ഷീറ്റിൽ പ്രതി ഉൾപ്പെട്ടിട്ടുണ്ട്. വട്ടിയൂർക്കാവ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനുകളിൽ വർഷങ്ങളായി രജിസ്റ്റർ ചെയ്ത 19 ക്രിമിനൽ കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. ഇതിൽ 4 കൊലപാതക ശ്രമ കേസുകളും കലാപം, പരിക്കേൽപ്പിക്കൽ, ക്രിമിനൽ ഭീഷണി എന്നിവയുൾപ്പെടെയുള്ള കുറ്റങ്ങളും ഉൾപ്പെടുന്നു. 18 കേസുകൾ പോലീസ് ഇതിനകം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഈ കേസുകൾ ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വാഴോട്ടുകോണം വാർഡിൽ നിന്നും ബിജെപി ശ്രീ സുഗതനെ സ്ഥാനാർത്ഥിയായി നിർത്തി. അവിടെ അദ്ദേഹം കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്നു അദ്ദേഹം. ഉപദേശക സമിതിയുടെ തീരുമാനം കണക്കിലെടുത്ത് 6 മാസത്തെ തടങ്കൽ കാലയളവിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തിന് വിലക്ക് തുടരുന്നുണ്ടായിരുന്നു. കേരള ഹൈക്കോടതിയെ സമീപിക്കുക എന്നതാണ് ശ്രീ സുഗതന്റെ അടുത്ത നിയമപരമായ പോംവഴിയെന്നും മുൻപ് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ തന്നെ തുടരേണ്ടി വരുമെന്നും വന്നിരുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയും അദ്ദേഹം നേരിട്ടിരുന്നു. 101 അംഗ കൗൺസിലിൽ ഒരു സ്വതന്ത്ര അംഗം ഉൾപ്പെടെ 51 കൗൺസിലർമാരുമായി നിലവിൽ നേരിയ ഭൂരിപക്ഷമുള്ള ബിജെപി നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് ഈ ഫലം രാഷ്ട്രീയ തിരിച്ചടിയായിരുന്നു. കൂടാതെ പ്രതിയായ ഒരേ ഒരു കൗൺസിലറുടെ സത്യപ്രതിജ്ഞ ഇപ്പോഴും ബാക്കിയാണ്. അതേസമയം നിയമലംഘനങ്ങളുടെ പേരിൽ ആദ്യ സത്യപ്രതിജ്ഞ അസാധുവാക്കിയ മറ്റ് 19 കൗൺസിലർമാർ ഇതിനകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം 3 മാസത്തിനിടെ തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാത്ത ഒരു കൗൺസിലർ അയോഗ്യനാകും. കഴിഞ്ഞ 2 യോഗങ്ങളിലും അദ്ദേഹം ഇതിനകം പങ്കെടുത്തിട്ടില്ല. തുടർച്ചയായ തടങ്കലിൽ കാരണം പ്രതിക്ക് ഹാജരാകാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൗൺസിൽ അംഗത്വം നഷ്ടപ്പെടുമെന്നുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ഇന്നത്തെ ജാമ്യം. ഇനി എന്തൊക്കെയായാലും തിരുവനന്തപുരത്തെ കാവ്യഭരണം മുന്നോട്ട് തന്നെ പോകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.